ഹലോ എവരിവൺ. ഇന്ന് ഞാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള കോട്ടയം സ്റ്റൈലിലുള്ള മീൻകറി ഇല്ലേ, ചുമല കളറിലിരിക്കുന്ന മീൻകറി, അതാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. കാളാഞ്ചി മീനാണെന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് കോട്ടയം സ്റ്റൈൽ കാളാഞ്ചി മീനും കൊണ്ടുണ്ടാക്കുന്ന മീൻകറിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അതിന് ഞാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് വേണ്ടത് ഒരു മൺചട്ടിയാണ്. അത് ഞാൻ എടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മീൻകറി എപ്പോഴും മൺചട്ടി വെക്കുന്നതാണ് നല്ലത്, എന്നാലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഈ മീൻകറിക്കകത്ത് മല്ലിപ്പൊടിയോ തക്കാളിയോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കറക്റ്റായിട്ടിരുന്ന് ഫോളോ ചെയ്താൽ പെർഫെക്റ്റ് മീൻകറി റെഡിയാവും കേട്ടോ. കുറേ പേര് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എന്നോട്, മീൻകറി എത്ര ട്രൈ ചെയ്തിട്ടും ഈ മീൻകറി നമ്മുടെ ആ കറക്റ്റ് കോട്ടയം സ്റ്റൈലിലേക്ക് വരുന്നില്ല, എത്ര ചെയ്തിട്ടുമെന്ന്. അപ്പോൾ അത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് അതുപോലെ തന്നെ പെർഫെക്റ്റായിട്ട് വരും. അത് ഞാൻ ഇതിനകത്ത് പറഞ്ഞു തരാം എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത്. എല്ലാവരും ഈ മൺചട്ടിയിലേക്കാണ് കടുക് പൊട്ടിച്ച് ചേർക്കുന്നത്. പക്ഷേങ്കിൽ ഞാനത് അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല കേട്ടോ. മൺചട്ടിയിലേക്ക് കടുക് പൊട്ടിക്കാണ്ട് നമ്മൾ വേറൊരു പാൻ എടുക്കുകയോ ചീനച്ചട്ടി എടുക്കുകയോ എന്തെങ്കിലും അതിനകത്തോട്ട് ഈ പറയുന്ന പോലെ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ എല്ലാം റെഡിയാക്കിയിട്ട് നമ്മൾ മൺചട്ടിയിലേക്ക് ഒഴിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചിലപ്പം ചട്ടി ഇങ്ങനെ പുകയും, ആ പുകയുമ്പം ആ ഒരു രുചി ആ കറിയിലേക്ക് വന്നാൽ പിന്നെ ആ കറി പിന്നെ ഒന്നിനും കൊള്ളത്തില്ലാതാവും. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ ഒഴിച്ച എണ്ണയൊന്ന് ഫ്രൈങ് പാനിൽ ചൂടായി വന്നിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഈ മീൻ കറിക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ വേണം കേട്ടോ. എങ്കിലേ ഉള്ളൂ ആ മീൻ കറിക്ക് അതിൻ്റേതായ ടേസ്റ്റ് വരത്തുള്ളൂ. അത് അരിഞ്ഞിടുവോ ചതച്ചിടുവോ ചെയ്താൽ മതി, അതായിരിക്കും അതിൻ്റെ നല്ലത്. ചിലർ പേസ്റ്റായിട്ട് ചേർക്കും, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അതാണെങ്കിലും ഒന്ന് ചതച്ചൊക്കെ എടുത്തിട്ട് അങ്ങ് ഇടുന്നതാണ് നല്ലത്. അങ്ങ് പേസ്റ്റ് രൂപത്തിൽ ചേർക്കുന്നത് അതിൻ്റെ കറിയുടെ എക്സാക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടാതെ വരും. അത് കടുക് പൊട്ടി വന്ന സമയത്ത് ഞാനൊരു അരക്കപ്പോളം കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഞാൻ ചേർത്ത് കൊടുത്തു. അത് ഒന്ന് വാടി വരിക. അത് വാടി വന്നിട്ടേ ഉള്ളൂ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇങ്ങനെ ഞാൻ നീളത്തിലാണ് ഇപ്പോൾ അരിഞ്ഞിരിക്കുന്നത്. കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊരു അരക്കപ്പ് കൂടുതലോളം വരുന്നുണ്ട്. അതും കൂടെ നമുക്ക് ആ മൂത്ത് വരുന്ന ചുമന്നുള്ളിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം ഒന്ന് വാടി വന്നാൽ മതി, അല്ലാതെ ബ്രൗൺ കളർ ഒന്നും ആവണമെന്ന് പറയുന്നില്ല. അങ്ങ് തിക്ക് ബ്രൗൺ കളറിലേക്ക് പോവണ്ട. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ രുചി അങ്ങ് മാറും. അതൊന്ന് വാടി ഒന്നും കൂടെ ഒന്ന് മയപ്പെട്ട് വരുമ്പോഴത്തേക്കിനും ഇതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നമുക്ക് ചേർത്ത് കൊടുത്ത് അതും അതിൻ്റെ കൂട്ടത്തിൽ കിടന്നൊന്ന് മൂക്കട്ടെ. കരിഞ്ഞു പോവല്ലേ, കരിഞ്ഞു പോയാൽ കറിയുടെ ടേസ്റ്റും എല്ലാം മാറിപ്പോവും. അതുകൊണ്ട് കരിഞ്ഞു പോവാണ്ട് നോക്കിക്കോണം. ഒരു ശകല എണ്ണയൊക്കെ കൂടുതലായിട്ട് വരേണ്ടി വരും ഈ കറിക്ക്. എന്നിട്ട് നമുക്കതിലേക്ക് ആവശ്യമായ കറിവേപ്പിലയും കൂടെ കൊടുക്കാം. ഏറ്റവും അവസാനവും ഇനി വാങ്ങുന്ന സമയത്ത് നമ്മൾ കറിവേപ്പില ഇടേണ്ടതാണ്. ഈ താളിക്കാനായിട്ട് ആവശ്യമായ കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ കോട്ടയം മീൻകറിക്കകത്ത് മല്ലിപ്പൊടി നമ്മൾ ചേർക്കത്തേയില്ല കേട്ടോ. കൊഴുപ്പിന് പിരിയൻ മുളക് പൊടിയുടെ കൊഴുപ്പാണ് ഈ കറിക്ക് സ്വാദ് നൽകുന്നത്, കളറും നൽകുന്നത്. ചൂടുമുളകും കൂടെ വേണമെങ്കിൽ മിക്സ് ചെയ്ത് നമുക്കിത് ചെയ്യാം. പകുതി ചൂടുമുളകും പിരിയൻ മുളകും കൂടെ നമുക്ക് മിക്സ് ചെയ്തും നമുക്കിതിനകത്ത് ചേർക്കാം. ചൂടുമുളക് തന്നെ ചേർത്തും ചെയ്യുന്നവരുണ്ട് കേട്ടോ. മൂത്ത് വരികയാകാവുള്ളൂ ഈ പൊടി എന്നും പറഞ്ഞ് പച്ചച്ചുവ മാറുകയും വേണം, കരിഞ്ഞു പോകരുത്. ഇനി നമുക്ക് ആ കൂട്ടിലേക്ക് ഇപ്പം അത് കണക്കിന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പിരിയൻ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇച്ചിരി കൂടുതൽ പിരിയൻ മുളക് നമ്മളിതിനകത്ത് ചേർക്കും. ഒരു 3 സ്പൂണോളം നമ്മൾ ചേർക്കുന്നുണ്ട്. വലിയ സ്പൂണിന് പിരിയൻ മുളക് എങ്കിൽ മാത്രമേ ഉള്ള കറക്റ്റ് കളറും ടേസ്റ്റും. പിന്നെ ആ മീൻ കഷ്ണത്തെ പിടിച്ച് വരുമ്പം അതൊന്നും എരിവേ അല്ല, അത് കറക്റ്റായിരിക്കും. പുളിയെല്ലാം ചേർന്ന് വരുമ്പോൾ നല്ല കറക്റ്റായിരിക്കും എല്ലാം. നമ്മൾ ശ്രദ്ധിച്ച് നിന്നോണം. ഇനിയും പൊടി ഇട്ട് കഴിഞ്ഞ് അത് കരിഞ്ഞ് പോകാണ്ട് കറുത്ത കളറിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അത് കരിഞ്ഞു പോയെന്നുള്ളതാണ് അതിൻ്റെ കണക്ക്. ഇനിയും നമുക്ക് ആദ്യമേ മുളക് പൊടി ഇട്ടു, പിന്നെ ഒരു 1/2 സ്പൂണോളം മഞ്ഞൾ പൊടിയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതിനകത്തേക്ക്. ഇനി മറ്റൊരു സീക്രട്ട് സാധനമാണ്. ചില സ്ഥലങ്ങളിൽ ഉലുവാപ്പൊടി ചേർക്കാറില്ല കേട്ടോ. പക്ഷേ ഞങ്ങൾ കോട്ടയത്തുള്ളവർ മീൻ കറിക്ക് ഉലുവാപ്പൊടി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടിയാണിത്. ഇത് നമ്മൾ ചേർത്ത് കൊടുക്കും. കടുക് പൊട്ടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ ഉലുവായും കൂടി ഇട്ട് നമുക്ക് വേണമെങ്കിൽ കടുക് പൊട്ടിച്ച് നമുക്ക് എടുക്കാമേ. ഒരു 1/4 ടീസ്പൂണോളം ഉലുവാപ്പൊടി നമ്മളിപ്പോൾ ചേർത്തിട്ടുണ്ട്.
ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂക്കട്ടെ. അപ്പോൾ 3 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ ഓളം മഞ്ഞൾ പൊടിയും 1/4 ടീസ്പൂണോളം ഉലുവാപ്പൊടിയും നമ്മളിപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് എല്ലാം കൂടെ ഒരുമിച്ചൊന്ന് വരട്ടെ. ഇപ്പം തന്നെ അതിൻ്റെ കളർ കണ്ടോ ഇച്ചിരിച്ച് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ആ റെഡ് കളർ അങ്ങ് മാറിപ്പോവുകയും ചെയ്യരുത്. ആ ഒരു കണക്കിന് വേണം അതെടുക്കാൻ. അതാണ് ആ ഒരു സ്റ്റേജാണ് ഈ കറിക്ക് കറക്റ്റ് കളറും രുചിയും മണവും നൽകുന്നത്. അല്ലെങ്കിൽ എന്നെ പറ്റുന്നതെന്ന് വെച്ചാൽ കറിക്ക് പച്ച ചുവയ്ക്കും. ആ മൂക്കാത്ത മണവും രുചിയൊക്കെ വന്ന് നമുക്കത് പെട്ടെന്ന് അറിയാൻ പറ്റും അത് കറി ശരിയായിട്ടില്ല എന്നുള്ളത്. കണ്ടില്ലേ, ഈ ഒരു കളറ് ഞാനൊന്നുകൂടെ ക്ലോസപ്പായിട്ട് കാണിച്ചു തരാം ഏതാ കളറ് വരുന്നതെന്നുള്ളത്. ഇതിൻ്റെ ഈ കറിയുടെ മെയിൻ ഭാഗമാണ് ഈ നടക്കുന്നത്. ഈ ഒരു മൂപ്പീര് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കറി കഴിഞ്ഞു, ഫിനിഷായി. ഇത് പിന്നെ ഇതിലേക്ക് ഇട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമ്മൾ പിന്നെ തിളപ്പിച്ച് നമ്മൾ എടുക്കുന്നതെന്നുള്ളതേ ഉള്ളൂ. ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് അത് ഇട്ടിട്ട് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറരുത് കേട്ടോ. വേണ്ടേ, ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കളറിൽ വേണം ഇത് ആകാവുള്ളൂ, ഇതിൽ കൂടുതൽ പോകരുത്. ഇനി നമുക്ക് ഈ ചട്ടിയിലേക്ക് അത് ഇട്ട് കൊടുക്കാം. കണ്ടോ, കറക്റ്റായിട്ട് വന്നു. ഇനി ആവശ്യത്തിനുള്ള ചൂടുവെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കാം. പച്ചവെള്ളം ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ ഓൾറെഡി തന്നെ 4-5 കഷ്ണം പുളി, കൊടംപുളി കറുത്ത മറ്റേ കൊടംപുളി, വാളംപുളി ഇതിന് ചേർക്കത്തേ ഇല്ല. കൊടംപുളിയാണ് ഈ കറിക്ക്, മാങ്ങായും ഈ കറിക്ക് ചേർക്കത്തില്ല. കുടംപുളിയാണ് ഇതിൻ്റെ പുളിക്ക് വേണ്ടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അത് ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ നേരത്തെ തന്നെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ വെള്ളവും ആ പുളിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനിയും അത് ഒരു വലിയ ഒത്തിരി ദശക്കട്ടിയുള്ള മീനായതുകൊണ്ടാണ് ഒരു 4-5 എണ്ണം നമ്മൾ ഇട്ട് കൊടുത്തത്. എന്നുവെച്ചാൽ ഈ കറിയുടെ പുളിയും എരിവും പുളിയും സമം നിൽക്കണം. ഈക്വൽ ക്വാണ്ടിറ്റി ആയിരിക്കും എരിവും പുളിയും വരത്തുള്ളൂ. എങ്കിലേ ഉള്ള ആ കറിക്ക് ആ രുചി വരത്തുള്ളേ. ഇപ്പോഴും ഞാനിവിടെ ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ചൂടുവെള്ളമാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കറി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പച്ചവെള്ളം ഒഴിക്കാൻ പോയാൽ പിന്നെയും തിളച്ചൊക്കെ വരണം. അപ്പോൾ ചൂടുവെള്ളം ഒഴിക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് കറി തിളച്ച് കിട്ടും. അതുകൊണ്ട് ഞാൻ ചൂടുവെള്ളം ചേർക്കുന്നു. ആവശ്യത്തിന് ഉപ്പും നമ്മൾ ചേർക്കുന്നു. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക, അടി കൂട്ടി ഇളക്കുക. അതുകൊണ്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കിനും ചട്ടി പുകഞ്ഞുള്ള ചൊവ ഒരിക്കലും ആ കറിക്ക് വരത്തില്ല. ഇനിയും ഒന്ന് അത് തിളക്കട്ടെ, അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളക്കട്ടത്. പിന്നെ മറ്റൊരു ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം നല്ലവണ്ണം തിളച്ച് വന്നു കഴിഞ്ഞ് മാത്രമേ മീൻ കഷ്ണങ്ങൾ നമ്മൾ ചേർക്കാവുള്ളൂ. പിന്നെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്പൂണിട്ട് അധികം അങ്ങോട്ട് ഇളക്കരുത്. മറ്റുള്ള കറികൾ ഇളക്കുന്ന പോലെ നമ്മൾ ഇളക്കരുത്, മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകും. അത് സൈഡിൽ കൂടെ ചട്ടി ഒന്ന് ഇളക്കി ഒന്ന് ചുറ്റിച്ചെടുക്കുകയോ നമ്മൾ ചെയ്യാവുള്ളൂ കേട്ടോ. അത് ശ്രദ്ധിച്ചോണം എല്ലാവരും. ചെറിയ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വന്നോളൂ കോട്ടയം മീൻ കറി കേട്ടോ. ഇപ്പോഴാ വെള്ളം ഞാനൊന്ന് അടച്ചു വെച്ചിരുന്നു, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഇങ്ങനെ നല്ലതായിട്ട് വെട്ടിത്തിളച്ച് വരണം. ഇപ്പോൾ ആ പുളിയും എരിവെല്ലാം ആ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കിടന്ന് നല്ലതായിട്ടൊന്ന് തിളച്ച് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ മീൻകറിയുടെ ഒരു മണം അതിലേക്ക്, മീൻ കഷ്ണം ഇടുന്നതിന് മുമ്പ് തന്നെ മീൻകറിയുടെ മണം നമുക്ക് കിട്ടും. ഇനി ഇതിലേക്കാണ് നമ്മൾ സാവധാനം മീൻ കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണം നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴോ അത് കഴിഞ്ഞിട്ടോ മീൻ തിളച്ച് വന്നു കഴിഞ്ഞിട്ടോ നമുക്ക് ചേർത്ത് കൊടുക്കാം. എനിക്കിന്ന് കിട്ടിയിരിക്കുന്നത് കാളാഞ്ചിയായിരുന്നു. അതുകൊണ്ട് ഞാൻ കാളാഞ്ചി നല്ല നാരങ്ങായും ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കാളാഞ്ചി പീസ് ഞാൻ പതുക്കെ ചേർത്ത് കൊടുക്കുകയാണ്. വറ്റ, മോത ഇതൊക്കെയാണ് കാളാഞ്ചി, ഇതൊക്കെയാണ് നമ്മൾ കോട്ടയത്തോട്ടുള്ളവരുടെ പ്രധാനപ്പെട്ട മീനുകൾ. പിന്നെ നെയ്മീനും നല്ലതാണ്. ഇങ്ങനെ തന്നെ എല്ലാ മീനും നല്ലതാണ് ഇങ്ങനെ വെക്കുന്നതിൽ. പിന്നെ കോട്ടയംകാരുടെ ഇഷ്ടമുള്ള മീനിനകത്ത് വരുന്നതാണ് കാളാഞ്ചി, വറ്റ, മോതയൊക്കെ. അത് കഴിഞ്ഞേ ഉള്ളൂ നെയ്മീൻ വരത്തുള്ളൂ. മറ്റേ മോതയൊക്കെ വെക്കുന്നതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോഴിനി ഈ കൂട്ട് അതിനകത്ത് എല്ലാം നല്ല കണ്ടില്ലേ, ഇങ്ങനെ അത് കഷ്ണത്തിൻ്റെ മേളിൽ കിടക്കണം ആ വെള്ളം കേട്ടോ. എങ്കിലേ ഉള്ള കഷ്ണം പൊടിയാതെ കിട്ടത്തുള്ളൂ. കഷ്ണം ഒരിക്കലും പൊങ്ങി നിൽക്കരുത്. മീൻ കറിയുടെ മേളിൽ കഷ്ണം ആ വെള്ളത്തിൽ മുങ്ങി കിടക്കണം. ഈ ഒരു പരുവത്തിന് കിടക്കണം. ഇനി അതവിടെ അടച്ചിരുന്ന് വേകട്ടെ കേട്ടോ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏത് മീനും ഈ സ്റ്റൈലിൽ ഇതുപോലെ തന്നെ നമുക്ക് വെക്കാം. ഇതൊക്കെയാണ് കല്യാണങ്ങൾക്കും ഇതേ പ്രൊസീജിയറാണ്. കല്യാണത്തിനുള്ള സദ്യക്കൊക്കെ
വിളമ്പുന്ന മീൻ കറിക്ക് വെക്കുന്നത്. പിന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി ഇച്ചിരി കൂടെ കൂടും എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് ഈ പൊടികളും ഈ അളവുകളും എല്ലാം കുറച്ചും കൂടെ കൂടും, അത്രമേ ഉള്ളൂ. ഇതായിരിക്കണം അതിൻ്റെ പ്രോസസ്സ്. പിന്നെ കല്യാണത്തിനൊക്കെ ആകുമ്പോൾ ഒരു ദിവസമൊക്കെ മുന്നേ തന്നെ വെച്ച് വാങ്ങി അവിടെ വെച്ചേക്കും ആ മീൻ കറി. അതുകൊണ്ടാണ് അതേ കുറച്ചും കൂടെ നന്നായിട്ട് പിടിച്ച് കിട്ടുന്നത്. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാവേ. പിന്നെ കല്യാണങ്ങൾക്കൊക്കെ വെക്കുന്നത് മീൻ കറി എന്നല്ല, അതിനെ മീൻ വേവിക്കുക എന്നാണ് നമ്മൾ വിളിക്കുന്നത് കോട്ടയത്തുള്ളവർ. അത് കുറച്ചും കൂടെ വേറെ ഇച്ചിരി കൂടെ വ്യത്യാസം വരും അതിന്. കൂട്ടൊക്കെ ഇത് തന്നെയാണ്. അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഒരു അവസരത്തിൽ ഞാൻ കാണിച്ചു തരാമേ. ഈ സമയം കൊണ്ട് നമ്മുടെ മീൻ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, കണ്ടല്ലോ. ഒന്ന് നോക്കിക്കൊള്ളുക, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുത്തോണം, ഉപ്പോ പുളിയോ. ഇനി അവിടെ അടച്ച് അവിടെ ഇരുന്ന് ചെറു തീയിൽ, ഹാഫ് തീയിൽ ഞാനിട്ട് അവിടെ വേവിക്കാൻ വെച്ചേക്കുമായിരുന്നു. അത് വെന്ത് കണ്ടോ ഈ ഒരു പരുവത്തിന് വന്നിട്ടുണ്ട്. നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് ഉള്ളത് കൊണ്ടാണ് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഇപ്പോൾ ഇത് വന്നത്. കണ്ടോ നല്ല കണക്കിന് തിളച്ച് നല്ല പരുവത്തിന് വന്നിട്ടുണ്ട്. ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുക്കുകയാകാവുള്ളൂ. ഞാൻ സ്പൂണിട്ട് ഇളക്കിയിട്ടേ ഇല്ല കേട്ടോ. കണ്ടല്ലോ, ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴത് അടി കൂട്ടി ഒന്ന് ഇളക്കി ഇങ്ങനെയൊന്ന് കൊടുത്തു കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് വരും. അതിനാണ് ഞാൻ പറഞ്ഞു കൂടുതലെന്ന് വെച്ചാൽ കഷ്ണങ്ങൾക്ക് വെള്ളം കിടക്കണം, അപ്പോഴടിക്ക് പിടിക്കത്തില്ല. ഈ സമയത്ത് ഇനി നമുക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. അവസാനം കണ്ടോ കുക്ക് ചെയ്ത് നല്ല പരുവത്തിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ്, ഒരു 20 മിനിറ്റ് ഓളം ചെറിയ തീയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് കുക്ക് ചെയ്ത് വരും കേട്ടോ. ഈ സമയത്ത് കുറച്ചും കൂടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇത് വാങ്ങുക എന്ന് പറഞ്ഞാൽ അടുപ്പിൽ നിന്നൊന്നും മാറ്റേണ്ട, അടുപ്പിൽ തന്നെ ഇരുന്നോട്ടെ. അത് ചട്ടിപ്പാകം വരണം. ബാക്കി ചട്ടിയുടെ ചൂടും അടുപ്പിൻ്റെ ചൂടും കൂടെ ആയിട്ട് അത് കറക്റ്റ് സെറ്റായിട്ട് വരും. ഇനിയാണ് അത് കറക്റ്റ് സെറ്റാവുന്നത്. ഇപ്പം എല്ലാം വെന്തിട്ടുണ്ട്, പുളിയും ഉപ്പും എല്ലാം കഷ്ണത്തെ പിടിച്ചിട്ടുമുണ്ട്. ഇനി സെറ്റാകുന്ന പരിപാടിയാണ്. അതിന് മുമ്പെയാണ് നമ്മൾ കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. അതവിടെ ഇരുന്നോട്ടെ, ഇനി അനക്കണ്ട, അവിടെ അടച്ച് നമുക്ക് വെക്കാം. ഇപ്പം കണ്ടോ എന്തെളുപ്പത്തിൽ ഞാനിപ്പോൾ ആ കോട്ടയം മീൻ കറി വെച്ച് കഴിഞ്ഞു. ഞാനിപ്പം മൂടിയിട്ടില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റും കൂടെ ഞാൻ തുറന്ന് വെച്ചിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് അങ്ങ് അടച്ച് വെച്ചാൽ മതി. എന്നുവെച്ചാൽ അടിയിലൊരു ചെറിയ തീ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. കണ്ടോ ഇത് ഈ കറക്റ്റ് ഇതേപോലെ അങ്ങ് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ കറക്റ്റ് മീൻ കറി വരും കേട്ടോ. നമ്മൾ പുറത്ത് ഒക്കെ പോയി അതിനകത്തൊക്കെ അതും ഇതുമൊക്കെ അവർ ചേർക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയാണ് ഇത് കറക്റ്റ് പ്രൊസീജിയർ. ഈ മീൻ കറി വെക്കേണ്ട കറക്റ്റ് പ്രൊസീജിയറാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. ഇത് കോട്ടയത്തുള്ളവർക്ക് ഇത് അറിയാം, ഇതെങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് അറിയാം. പണ്ടൊക്കെയുള്ള അമ്മച്ചിമാരൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേദിവസമേ എല്ലാം വെച്ച് വെക്കും. അതിൻ്റെയൊക്കെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയൊന്നും നമുക്ക് കിട്ടിയില്ലെങ്കിലും ഇപ്പം അത്യാവശ്യം ഒരു മൺചട്ടിയൊക്കെ ഒപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ റെഡിയാക്കാൻ പറ്റും കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ്. ഞാൻ ഇടയ്ക്കത്തെ ഒരു 20 മിനിറ്റ് അടച്ച് വെച്ചേക്കണം. അതേ അടുപ്പിൽ തന്നെ, തുറക്കാനേ പാടില്ല. എണ്ണയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കറക്റ്റ് കളറിലും കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് മേളിൽ. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ലുക്ക്. കണ്ടോ ആ കറുത്ത ചട്ടിക്കകത്ത് ചുമല മീൻ കറി ഇരിക്കുന്നതിൻ്റെ ലുക്കെന്ന് പറഞ്ഞാൽ എന്ത് ടേസ്റ്റാണെന്നറിയോ ഈ മീൻ കറിക്ക്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എനിക്ക് കമൻസായിട്ട് വിടണം പെർഫെക്റ്റായോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി വീണ്ടും ഒരു പുതിയ ഡിഷിൽ കൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.